Not a review. I think it's my opinion about this movie. It's purely a മഹേഷ് നാരായണൻ മൂവി. നമുക്ക് സിനിമയെക്കുറിച്ച് തന്നെ പറഞ്ഞു തുടങ്ങാം. ശരിക്കും ഒരു ആവറേജ് ആൻഡ് നെഗറ്റീവ് റിവ്യൂസുകൾ കേട്ടിട്ടാണ് ഞാൻ ഈ ചിത്രം കാണാൻ വേണ്ടി പോയത്. ടു ബി ഫ്രാങ്ക്, ഞാൻ പറയട്ടെ, എനിക്ക് ഒരുപക്ഷെ ഒത്തിരി എക്സ്പെക്റ്റേഷൻ ഇല്ലാതെ പോയത് കൊണ്ടാണോ എന്നെനിക്കറിയില്ല. എനിക്ക് ഈ ചിത്രം ഒരുപാട് വർക്കായി, ഒരുപാട് ഇഷ്ടപ്പെട്ടു. എസ്പെഷ്യലി മേക്കിംഗ് ഏരിയ, അത് തന്നെ ആദ്യം പറയാം. മഹേഷ് നാരായണൻ്റെ അഴിഞ്ഞാട്ടം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എഡിറ്റിംഗ് വ്യൂവിലാണെങ്കിലും ഡിറക്ഷൻ്റെ ഏരിയയിലാണെങ്കിലും ആൻഡ് ഓഫ് കോഴ്സ് DOP, എവറിത്തിങ് ഈസ് ഫൈൻ. അത് എല്ലാം മേക്ക് ചെയ്തിരിക്കുന്നത് വളരെ നല്ല രീതിയിൽ തന്നെയാണ്. പിന്നെ സബ്ജക്റ്റ് എനിക്ക് തോന്നുന്നു നമ്മൾ ചിലപ്പോൾ കേട്ട് പഴകിയ ചില സബ്ജക്റ്റുകളായിരിക്കാം പല രീതിയിൽ. സപ്പോസ് ഇപ്പം ഞാൻ സ്പോയിലർ കണ്ടൻറ്റുകളുള്ളതുകൊണ്ട് ഞാൻ ആ സബ്ജക്റ്റിലേക്ക് പോകുന്നില്ല. എനിവേ, നമ്മൾ പലപ്പോഴും ആയിട്ട് കണ്ടിട്ടുള്ള ചില സാധനങ്ങളുടെ വേറൊരു വേരിയേഷനാണ് ചിത്രം. പിന്നെ മെയിൻലി പറയാനുള്ളത് ബിഗ് MS, മമ്മൂട്ടി ആൻഡ് മോഹൻലാൽ. എന്താ പറയുന്നത്, നമ്മളിപ്പം ഇവരുടെ കഴിഞ്ഞുപോയ ചിത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, മമ്മൂട്ടി മോഹൻലാൽ ഇവരുടെ ആ ഒരു ഡ്യുവോ ജേണി നമ്മളിതിന് മുന്നേ കണ്ടുള്ള സിനിമകളുണ്ട്. ഇപ്പം ഒരുപക്ഷെ ഇപ്പോൾ 2K ആണെങ്കിലും അതിന് മുന്നേ ഇപ്പോൾ ഓരോരുത്തരും മനസ്സിനകത്ത് എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് ഈ കാണുന്നത് ഒരുപക്ഷെ മോഹൻലാൽ മമ്മൂട്ടി എന്നിവരുടെ ഒരു ഭയങ്കര ലൈക്ക് നരസിംഹം, അതല്ലെങ്കിൽ കഴിഞ്ഞുപോയ ഓരോ ചിത്രങ്ങളുടെ രീതി വെച്ചിട്ടായിരിക്കാം. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം കണ്ടിട്ട് ഇറങ്ങിയവർക്ക് ഈ പറയുന്ന നെഗറ്റീവുകളും കാര്യങ്ങളൊക്കെ ഒക്കെ തോന്നിയിട്ടുള്ളത്. നമ്മൾ ഒരിക്കലും കണ്ടു മറന്നു പോയ ഒരു രീതിയിൽ അവരെ പ്ലേസ് ചെയ്തിരിക്കുകയാണ് എന്ന ചിന്തയിലൂടെ സിനിമ കാണാൻ കയറാതിരിക്കുക. കാരണം എന്നും നമ്മൾ ഒരേ രീതിയിൽ പ്ലേസ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഫെയർ. അതൊരിക്കലും ഒരു നല്ലൊരു രീതിയല്ലല്ലോ. മോഹൻലാൽ ഇതിനകത്ത് ഒരിക്കലും, അതിനകത്ത് നമ്മൾ ഇതിന് മുന്നേ ഇതിൻ്റെ പ്രൊമോഷൻ വീഡിയോകൾ പോലും കണ്ടിട്ടുണ്ട്, ഒരു സ്റ്റാർ പരിവേഷത്തിൽ ഇറങ്ങിയിരിക്കുന്ന ഒരു മൂവിയല്ല. ഇതിനകത്ത് ഓരോരുത്തരും ഒരു ക്യാരക്ടേഴ്സുകൾ മാത്രമാണ്. മഹേഷ് നാരായണൻ പടച്ചുണ്ടാക്കി വെച്ചിരിക്കുന്ന ക്യാരക്ടേഴ്സുകൾ മാത്രമാണ്. ഇതിനകത്ത് ആർക്കും ഒരു വലിയ സ്റ്റാർഡമോ അല്ലെങ്കിൽ ഒരു സ്റ്റാർ കാസ്റ്റ് പോലെയോ ഒന്നുമല്ല ഇതിനകത്ത് ഓരോരുത്തരെയും ചിത്രീകരിച്ചത്. അവരെല്ലാവരും തിരക്കഥയ്ക്ക് വേണ്ടുന്ന കഥാപാത്രങ്ങൾ മാത്രമാണ്. സോ അതുകൊണ്ട് തന്നെ ഈ ചിത്രം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു മോഹൻലാൽ അല്ലെങ്കിൽ ഒരു മമ്മൂട്ടി അല്ലെങ്കിൽ ഒരു ഫഹദ് ഫാസിൽ അല്ലെങ്കിൽ ഒരു കുഞ്ചാക്കോ ബോബൻ ഇതൊന്നുമല്ല നമുക്ക് തോന്നുന്നത്. അവരെല്ലാവരും അതിനകത്തെ കഥാപാത്രങ്ങൾ മാത്രമായിട്ടാണ് നമുക്ക് ഓരോ പ്രേക്ഷകനും ഫീൽ ചെയ്യുന്നത്. സിനിമ പറയുന്ന പ്രമേയം വളരെ നല്ലതാണ്, റെലവൻ്റാണ്. പറഞ്ഞിട്ടുള്ളത് കേട്ടിട്ടുള്ളതുമായിട്ടുള്ള കഥകളാണെങ്കിലും അതിന് വേറൊരു വേരിയേഷനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇതിപ്പോൾ നടക്കുന്നതാണ് ഈ ഓരോ കാര്യങ്ങളും. നമ്മൾ വളരെയധികം ശ്രദ്ധാലുക്കളാകണം പല കാര്യങ്ങളും എന്ന് മഹേഷ് നാരായണൻ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. സോ എനിക്ക് ടെക്നിക്കൽ ഏരിയകളിലാണെങ്കിലും സ്റ്റോറി ലൈനിലാണെങ്കിലും ആക്ടിങ് വൈസ് ആണെങ്കിലും എനിക്ക് ഒത്തിരി വർക്കൗട്ടായി. എനിക്കെന്ന് മാത്രമേ എന്നോടൊപ്പം ഉണ്ടായിരുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും എനിക്ക് തോന്നുന്നത് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വന്ന ഹൗസ്ഫുള്ളായിരുന്നു ഷോ. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു ചിത്രമാണ്. പിന്നെ ചില ഡയലോഗുകളിലൊക്കെ എനിക്കൊന്ന് ക്ലൈമാക്സ് പോർഷനിലേക്കൊക്കെ വരുമ്പോൾ ഉള്ള ചില ഡയലോഗുകൾക്ക് കുറച്ചുകൂടി കുറച്ച് സ്ട്രെങ്ത് ആകാമെന്നും ആ ഡയലോഗ് കുറച്ചുകൂടി പവർഫുൾ ആകാമെന്നും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈവൻ മെയിൻ വില്ലൻ്റെ ഡയലോഗ്സ് ആണെങ്കിലും അതുപോലെ ഫഹദിൻ്റെ ഒക്കെ ആണെങ്കിലും ലാസ്റ്റ് പോർഷനിലേക്കുള്ള ഡയലോഗ്സ് കുറച്ചുകൂടി സ്ട്രോങ് ആകണമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. അതർവൈസ് എവറിത്തിങ് ഈസ് നല്ലൊരു ഡിറക്ഷനാണ്. കാരണം ഒന്ന് ഇത്രയും ക്യാൻവാസിലാണ് ചെയ്യുന്നത്. അപ്പം ആ ഡയറക്ഷൻ ടീം അല്ലെങ്കിൽ ഡയറക്ഷൻ അത്ര സ്ട്രോങ് അല്ലെങ്കിൽ ഒരിക്കലും പറ്റത്തില്ല. സോ എനിവേ, ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല. പാട്രിയോട്ട്, ഇറ്റ്സ് എ നൈസ് മൂവി, നൈസ് ഡയറക്ഷൻ, നൈസ് DOP, editing, and of course all characters. Hats off. Thank you.